ഹായ്, ക്രിക്കറ്റ് ഒരു ക്യാപ്റ്റൻസ് ഗെയിമാണോ അതോ കോച്ചിൻ്റെ ഗെയിമാണോ? ഈ ഒരു സീസൺ ആറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീസൺ കൺട്രോൾഡ് ബൈ കോച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സീസണിൽ ടോട്ടൽ ഡിസിഷൻസ്, ടീം സെലക്ഷൻ എല്ലാം കൺട്രോൾ ചെയ്തത് രാഹുൽ ദ്രാവിഡ് ആണെന്നാണ് പുറത്തും നമ്മൾ നോക്കുമ്പോൾ വിസിബിളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റിട്ടൻഷൻ തന്നെ വളരെ മോശം അഭിപ്രായമായിരുന്നു എല്ലാവർക്കും പൊതുവെ. കാരണം ബട്ട്ലർ, ചാഹൽ, അതുപോലെ തന്നെ ബോൾട്ട് പോലുള്ള പ്ലേയേഴ്സിനെ അവർ കൈവിട്ട് കളഞ്ഞു. അതുപോലെ തന്നെ ധ്രുവ് ജുറൈൽ, ഹെറ്റ്മേർ പോലുള്ള പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഓപ്ഷനിലേക്ക് വന്നാലും അവരെടുത്ത 2 സ്പിന്നേഴ്സ് അവർ പെർഫോം ചെയ്യുമോ, എല്ലാവരും ഉറ്റുനോക്കിയിരുന്നൊരു കാര്യമാണ് അവർ പ്രതീക്ഷിച്ചൊരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ആ 2 സ്പിൻ ഡ്യുവോ. അതായത് അശ്വിനും ചാഹലിനും പകരം അവർ കൊണ്ടുവന്ന ആ സ്പിൻ ഡ്യുവോ ഒരു അട്ടർ ഫ്ലോപ്പായിട്ട് മാറി. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ഫിനിഷറായിട്ട് ഹെറ്റ്മേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഓവർസീസ് പ്ലേയേഴ്സിൻ്റെ ക്ഷാമം നല്ല രീതിയിൽ ബാറ്റിങ്ങിലുണ്ടായിരുന്നു. ഹെറ്റ്മേറിനെ മാത്രം നമ്പി, പിന്നെ ഒരു ധ്രുവ് ജുറൈലിനെ നമ്പി ഇവരുടെ ഫിനിഷിങ് മിഡിൽ ഓർഡർ ഇരുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മണ്ടത്തരമാണെന്ന് സീസൺ എൻഡ് ആകുമ്പോഴത്തേക്ക് അത് ഓൾറെഡി പ്രൂവ് ആയി കഴിഞ്ഞു. ആറാറിൻ്റെ ഈ ഒരു സീസൺ തുടങ്ങുന്ന തന്നെ സഞ്ജുവിന് പരുക്കായിട്ട് പരാഗ് ക്യാപ്റ്റനായിട്ടാണ്. അതായത് എനിക്കൊന്ന് ആദ്യത്തെ 3 മാച്ച് പരാഗായിരുന്നു ക്യാപ്റ്റൻ. അത് പരാഗിൻ്റെ സ്വന്തം നാട്ടിൽ അസമിൽ വെച്ചിട്ടായിരുന്നു മാച്ചസ് എല്ലാം. യശസ്വി ജയ്സ്വാൾ പോലുള്ളൊരു ഇന്ത്യയുടെ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്ലെയർ ഉള്ളപ്പോൾ എന്തിന് പരാഗിനെ ക്യാപ്റ്റനാക്കി എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരുപക്ഷെ പരാഗിന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ആറാറിൻ്റെ ഭാഗത്തു നിന്ന്, ആ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഫിഷ് ആണ്. കാരണം ഒരു സാധാരണ പ്ലെയറിന് കിട്ടുന്നതിനെക്കാട്ടിലും അപ്പുറം ഒരുപാട് ബാക്കിങ് സപ്പോർട്ടും പരാഗിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ക്യാപ്റ്റനിലേക്കുള്ള ആ ഒരു ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് വന്ന രീതിയൊക്കെ ഭയങ്കര സസ്പീഷ്യസ് ആണ് എന്നെ സംബന്ധിച്ച്. എനിക്കതൊട്ടും നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കാരണം യശസ്വി ജയ്സ്വാളിനെ പോലൊരു പ്ലെയർ ഉള്ളപ്പോൾ പരാഗിനെ ക്യാപ്റ്റനാക്കുന്ന സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുള്ള ഒരു സ്റ്റഫ് പരാഗിൽ ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഇതിന് ശേഷം ഇടയ്ക്ക് പരുക്കുകൊണ്ട് കുറേ മാച്ചസ് മിസ്സാവുണ്ടായി. മൊത്തത്തിലൊരു മെസ്സി സീസണായിരുന്നു ആറാറിനെ സംബന്ധിച്ച്. പക്ഷേ ഒരു ലേറ്റർ എൻഡ് ഓഫ് ദ സീസണിൽ അവർക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായി. വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞ ഒരു യങ് ടാലൻറ്റ് അവരുടെ ടീമിലേക്ക് വന്നിട്ട് അവരുടെ ഒരു ടോപ്പ് 3 ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഓപ്പണിങ്ങിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്തു. ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു. ഒരു സൂപ്പർബ് സീസൺ. ഇത്രയും പ്രായം കുറഞ്ഞ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി ഒരു സീസണായിരുന്നു വൈഭവിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ആറാറിന് വൈഭവ് വന്നതിന് ശേഷമുള്ള ആ ഒരു ടോപ്പ് 3 പെർഫോമൻസും വളരെ പ്രോമിസിങ് ആയിരുന്നു. ഇനി ടീമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ പറയണമെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ആ ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ ഒന്നും പൂർണ്ണമായിട്ട് ആ ടീമിൻ്റെ ഒപ്പം മാനസികമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പല ക്രൂഷ്യലായിട്ടുള്ള ടൈമിലും സഞ്ജു സാംസൺ ഡിസ്കഷൻ്റെ പോലും ഭാഗമാകാതെ മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീസൺ അവസാനിക്കുമ്പോൾ അടുത്ത സീസണിൽ സഞ്ജു സാംസൺ ഒരുപക്ഷെ ചെന്നൈയിലേക്കോ KKRലേക്കോ പോകുമെന്നുള്ളൊരു റൂമർ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ ഒരുപക്ഷെ KKRലേക്ക് പോയേക്കാം. ക്യാപ്റ്റൻസി ഓഫർ സഹിതം യശസ്വി ജയ്സ്വാളിന് പല ക്ലബ്ബുകളിൽ നിന്നും ഉണ്ട് എന്നുള്ള തരം റൂമേഴ്സും നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. ഇനി അഥവാ സംഭവിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആറാറിൻ്റെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. കാരണം സീസൺ എൻഡ് ആകുമ്പോഴത്തേക്ക് ആറാറിനെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ വൈഭവ് സൂര്യവംശി വരുന്നതോടുകൂടി അവരുടെ ഒരു ടോപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ടോപ്പ് 3 ഒരു പ്രശ്നങ്ങളെല്ലാം മാറി നല്ല സ്മൂത്തായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു 1, 2, 3 അവർക്കുണ്ടായി. അതായത് വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു സോൾഡ് ആയിട്ടുള്ള ടോപ്പ് 3 അവർക്കുണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം പോസിറ്റീവ്സേ ഉള്ളൂ. ഒന്ന് വൈഭവ് സൂര്യവംശിയും അതുപോലെ തന്നെ ജോഫ്ര ആർച്ചറിൻ്റെ ഫോം മാത്രമേ ആറാറിനെ സംബന്ധിച്ച് ഈ ഒരു സീസണിന് വലിയ കാര്യമായിട്ടുള്ള സംഭവമുള്ളൂ. യശസ്വി ജയ്സ്വാളിൻ്റെ നല്ലൊരു സീസൺ നമ്മൾ കണ്ടു. ബാക്കിയുള്ള ബാറ്റ്സ്മാൻ, സഞ്ജു അടക്കമുള്ള ബാറ്റ്സ്മാനെല്ലാം ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. ധ്രുവ് ജുറൈൽ ഫിനിഷിങ്ങിൽ അവർ പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്തില്ല. അതുപോലെ തന്നെ ഹെറ്റ്മേർ പെർഫോം ചെയ്തില്ല. അപ്പോൾ ഇവർക്ക് റെക്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവരുടെ സ്പിൻ ഡ്യുവോ, ഇവർ വളരെ പ്രതീക്ഷയോടെ എടുത്ത സ്പിൻ ഡ്യുവോ വളരെ ഫ്ലോപ്പ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഇതിലൊരാളെ തീർച്ചയായിട്ടും കളയേണ്ടി വരും. ഒരുപക്ഷെ 2 പേരെയും കളഞ്ഞിട്ട് ഒരുപക്ഷെ ഇന്ത്യൻ സ്പിന്നേഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസിലേക്കോ പോകേണ്ടി വരും. കാരണം ഈ ഒരു സ്പിൻ ഡ്യുവോ ഒരു രീതിയിലും ആറാറിന് ഒരു പോസിറ്റീവായിട്ട് വന്നില്ല. അതുപോലെ തന്നെ ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോഫ്ര ആർച്ചർ നന്നായിട്ട് പെർഫോം ചെയ്തു. ദേശ്പാണ്ഡെ ഇവർ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദേശ്പാണ്ഡെ ഇപ്പോൾ മടിവാൾ പോലുള്ള ഒരു പ്ലെയർ ഇരിക്കുമ്പോൾ ദേശ്പാണ്ഡെ ഇത്രയും പരീക്ഷിച്ചത് വലിയ മണ്ടത്തരമായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവസാനം വന്നിട്ട് അത് ആകാശ് മതിവാൾ ഇത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു എൻഡ് ഓഫ് ദി സീസൺ. സോ അവിടെ വേറെ ഒരു ചലഞ്ചുണ്ട്. സന്ദീപ് ശർമ്മയും ആകാശ് മതിവാളും ഏകദേശം ഒരേപോലെ ബോൾ ചെയ്യുന്നൊരു 2 ബോളേഴ്സാണ്. സ്പീഡൊക്കെ ഏകദേശം അറൗണ്ട് 120, 130 ഉള്ളിൽ നിൽക്കുന്ന ബോളേഴ്സാണ്. പക്ഷേ വേരിയേഷൻസ് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ബോളേഴ്സാണ്. അപ്പോൾ ദേശ്പാണ്ഡെ പോലൊരു നന്നായിട്ട് പേസിൽ എറിയുന്ന, നല്ല സ്പീഡിൽ എറിയുന്ന ഒരു ഇന്ത്യൻ പേസ് ബോളർ വേണമെന്നുള്ള
എന്നുള്ളൊരു ചലഞ്ചും ഉണ്ട്. സോ എങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജോഫ്രയുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാനായിട്ട്, ഒരു പെയറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് നല്ലൊരു പേസ് ബോളർ, നല്ല പേസിൽ എറിയാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ബോളർ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സന്ദീപ് ശർമ്മ ആൻഡ് ആകാശ് മതിവാൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പേസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് വരും. സ്പിന്നേഴ്സ് തീർച്ചയായിട്ടും ഓൾറെഡി പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നമാണ് മിഡിൽ ഓർഡറിലുള്ള ബാറ്റിംഗ്. ധ്രുവ് ജുറേലിനെയും ഹെഡ്മാറിനെയും നമ്പിയിട്ടാണ് ഇവർ മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ഫിനിഷിങ്ങിൽ ഈ ഒരു സീസണിൽ ഇരുന്നത്. രണ്ടുപേരും നിരാശപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ധ്രുവ് ജുറേൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. അതായത് ഇന്ത്യൻ സെലക്ടേഴ്സ് സഹിതം നന്നായിട്ട് ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ്. 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റുന്ന വളർന്നു വരുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ബട്ട് ആസ് എ ഫിനിഷർ ഇവർ ധ്രുവ് ജുറേലിനെ അസൈൻ ചെയ്തത് അതൊരു വലിയ മണ്ടത്തരമായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ധ്രുവ് ജുറേൽ ഒരു പ്രോപ്പർ നമ്പർ 3, നമ്പർ 4 ബാറ്റ്സ്മാനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്പർ 3 ബാറ്റ്സ്മാനാണ്. അത്ര ഒരു ക്ലാസിക് ഷോട്ട്സും ക്രിക്കറ്റിംഗ് ഷോട്ട്സ് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. സോ അങ്ങനെ ഒരാളെ ഫിനിഷറായിട്ട് ഇട്ടത് തന്നെ വലിയൊരു മണ്ടത്തരമായിപ്പോയി. സോ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഹെഡ്മാറിനെ ഇനിയും റിലേ ചെയ്യണോ അതോ പുതിയൊരു ഓപ്ഷൻ തേടണോ എന്നുള്ളത് ആർ തീർച്ചയായിട്ടും ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ മിഡിൽ ഓർഡറിൽ ഒരു ഫോറിൻ ഫിനിഷറിനെയും കൂടെ അല്ലെങ്കിൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനെ കൊണ്ടുവന്നിട്ട് ആ മിഡിൽ ഓർഡറിലുള്ള ഇവരുടെ പ്രശ്നം തീർച്ചയായിട്ടും ആർ പരിഹരിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ധ്രുവ് ജുറേൽ ആൻഡ് പരാഗ്. ഇവരെ സംബന്ധിച്ച് ധ്രുവ് ജുറേലും പരാഗും ഏകദേശം സിമിലർ കൈൻഡ് ഓഫ് ബാറ്റ്സ്മാൻമാരാണ്. നമ്പർ 3 ബാറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാക്സിമം നമ്പർ 4 ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാരാണ് ധ്രുവ് ജുറേലും പരാഗും. അപ്പോൾ ഈ 2 പേരുള്ളപ്പോൾ ധ്രുവ് ജുറേൽ നമ്പർ 4 നിന്ന് 5 മാറുമ്പോഴത്തേക്ക് ആ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുമ്പോഴത്തോളം പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ല. അത് ആറിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരിൽ ഒരാൾ മതി. പക്ഷേ 2 പേരെയും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു സാംസൺ ടീമിൽ നിന്ന് പോകണം. അങ്ങനെയാണെങ്കിൽ നമ്പർ 3 പരാഗോ അല്ലെങ്കിൽ നമ്പർ 3 ധ്രുവ് ജുറേൽ വന്നിട്ട് നമ്പർ 4 ഇവർ 2 ഏതെങ്കിലും ഒരാൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ചില പോസിറ്റീവ്സ് മാത്രമുള്ളൊരു സീസൺ ആയിരുന്നു ആറിനെ സംബന്ധിച്ച്. പക്ഷേ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ സ്പിന്നേഴ്സിന് വേണം, മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെ വേണം, അതുപോലെ തന്നെ ഓവർസീസ് മിഡിൽ ഓർഡർ ഫിനിഷേഴ്സിന് വേണം. അതുപോലെ തന്നെ സഞ്ജു, ജയ്സ്വാൾ എന്നീ പ്ലെയേഴ്സ് ഒരുപക്ഷെ മറ്റ് ടീമുകളിലേക്ക് പോകുമെന്നുള്ളൊരു പ്രശ്നം മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ഹ്യൂജ് ആയിട്ടുള്ളൊരു റീ അറേഞ്ച്മെൻറ്റ് അവരുടെ ബാറ്റിംഗ് ഓർഡറിൽ വേണ്ടി വരും. ഏതെങ്കിലും ഒരാൾ പോയാൽ തന്നെ വലിയ നഷ്ടമാണ്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവർക്ക് അപ്പോൾ അടുത്ത വർഷത്തെ ഓപ്ഷനെ സംബന്ധിച്ച് ആറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആരും പോയില്ലെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബിഗ് ഗ്യാപ്സ് ആറിൻ്റെ ടീമിൽ ഈ വർഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഹുൽ ദ്രാവിഡ് കൂടുതൽ യങ്സ്റ്റേഴ്സിലേക്ക് റിലേ ചെയ്യുന്നതും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ ആ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. ടീമിൻ്റെ വിഷൻ അല്ലെങ്കിൽ ടീമിന് ജയിക്കണം, ട്രോഫി വിൻ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുന്നതും ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീസിൽ തന്നെ ആർ വ്യത്യാസം കണ്ടെത്തണം. ട്രോഫി വിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീമിനെയും കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് യങ്സ്റ്റേഴ്സിനെ അതുപോലെ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിനെ കൊണ്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ടീം ഉണ്ടാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആറിന് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും ആറിനെ സംബന്ധിച്ച് വരുന്ന സീസൺ വളരെ എക്സൈറ്റിംഗ് ആണ്. സഞ്ജു സാംസൺ ആൻഡ് യശസ്വി ജയ്സ്വാൾ വിൽ ദേ സ്റ്റേ? അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.